ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി സ്കിൻ കെയർ ആണ്. ഞാൻ ക്ലാസ്സിൽ ഡെയിലി പോകാറുകൊണ്ട് എനിക്ക് അധികം സ്കിൻ കെയർ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് വീക്കെൻഡിലാണ്, സാറ്റർഡേ ഓർ സൺഡേ. ഈ ദിവസങ്ങളിലാണ് ഞാൻ മിക്കവാറും ചെയ്യാറ്. പക്ഷേ എനിക്ക് സാറ്റർഡേയും ക്ലാസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എങ്ങനെ പോയാലും സൺഡേക്കായിരിക്കും ചെയ്യാറ്. വല്ലപ്പോഴാണ് സാറ്റർഡേയും ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോഴും മുൾട്ടാനി മിട്ടിയും മഞ്ഞളുമാണ് ഞാൻ മെയിനായിട്ട് ഫേസ് പാക്ക് ആക്കി ഇടാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആൽസിൻ്റെ ഒരു ബീട്രൂട്ട് പൗഡർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടെന്ന് ഞാൻ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഒരു ജെനുവിനായിട്ടൊരു റിവ്യൂ നിങ്ങൾക്ക് തരണമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ സ്ക്രബ് ചെയ്യാൻ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമുക്കത് വെള്ളം ചേർത്തിട്ട് സ്ക്രബ് ചെയ്യാം. നമുക്ക് മുഖത്തൊക്കെ അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് കുറച്ചും കൂടി നല്ലത് അരിപ്പൊടിയാണ്. അത് നന്നായിട്ട് നമുക്ക് ഫേസ് ബ്രൈറ്റനിങ് ആക്കും. നമ്മുടെ സ്കിന്നിലെ ആ അഴുക്കൊക്കെ എല്ലാം നീക്കം ചെയ്യുകയും ചെയ്യും. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, അരിപ്പൊടി കൊണ്ട് സ്ക്രബ് ചെയ്ത് ഇനി നമ്മുടെ ഫേസിൽ നല്ലപോലെ ചേഞ്ച് ഉണ്ടാവും. സ്കിൻ നല്ലപോലെ തന്നെ ബ്രൈറ്റനിങ് ആവുകയും ചെയ്യും. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അരിപ്പൊടി കൊണ്ട് സ്ക്രബ് ചെയ്യാനാണ്. എവരി യൂത്തിൻ്റെ സ്ക്രബ്ബറൊക്കെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും ഇത് വെച്ച് ചെയ്യുമ്പോൾ എന്തോ നല്ലപോലെ നമ്മുടെ ഡേർട്ടൊക്കെ റിമൂവ് ആവും. പിന്നെ വേറെ റിയാക്ഷനൊന്നും അങ്ങനെ നമുക്ക് ഫേസിൽ ഉണ്ടാവില്ല. അതോർത്ത് പേടിക്കുകയും വേണ്ട. ഇത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ആ മൂക്കിൻ്റെ സൈഡും ആ ഓരോ സ്ഥലത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വന്നപ്പോൾ ചെറുതായിട്ടൊരു ബ്രൈറ്റനിങ് ഒക്കെ വെച്ചില്ലേ, അതുപോലെ തന്നെയാണ് അരിപ്പൊടി കൊണ്ട് ഓരോരുത്തരും ഓരോ ട്രിക്കൊക്കെ ചെയ്യുന്ന കാണാം. ഞാൻ കൂടുതലും സ്ക്രബ് ചെയ്യാനാണ് എടുക്കാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽപ്സിൻ്റെ ബീട്രൂട്ട് പൗഡർ. അപ്പോൾ നമുക്കിനി ഫേസ് പാക്ക് ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബീട്രൂട്ട് പൗഡർ ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടർ, തൈര്, പാല് അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം കേട്ടോ. കണ്ടിട്ട് തന്നെ പേടിയാവണല്ലേ. ഞാനത് ഉണങ്ങിയപ്പോൾ തന്നെ പോയി വാഷ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ റിസൾട്ട് കിട്ടിയേക്കുന്നത്. ഒരുപാട് ബ്രൈറ്റനിങ് ആയിട്ടില്ല, പക്ഷെ എന്നാലും ചെറിയൊരു ഗ്ലോയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുന്നെയാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പം ഞാൻ ഈ ടിയാരയുടെ ഒരു ഹോം മെയ്ഡ് സെറം ഉണ്ട്, ഫേസ് സെറം. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പിമ്പിൾസിനൊക്കെ അത്യാവശ്യം നല്ലതാണ്. അത് കഴിഞ്ഞ് ഞാൻ നിവ്യയുടെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ SPF ഉണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് ഞാൻ നിവ്യയുടെ തന്നെ ലിപ് ബാമാണ് യൂസ് ചെയ്യണത്. ഇതും മൂന്നുമാണ് കേട്ടോ എൻ്റെ മെയിൻ സ്കിൻ കെയർ ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാറില്ല. ഇത് മൂന്നും വെച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഞാൻ വീട്ടിൽ നടക്കുമ്പോൾ ചെയ്യാറ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.